നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നാട്ടകം പള്ളങ്കരയിൽ പന്നിമറ്റത്ത് എന്ന പ്രദേശത്താണ്. നമുക്ക് തൊട്ടു പിന്നിൽ കാണുന്ന ഈയൊരു തേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു വീടിന് അപകടകരമായ രീതിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം വർഷങ്ങളായി. കോട്ടയം നഗരസഭയ്ക്ക് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ പലതവണയായി ഈ ഒരു മരം മുറിച്ചു മാറ്റണമെന്നൊരു പരാതി ഈ ഒരു വീട് ഉടമസ്ഥൻ പരാതികൾ നൽകിയിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ്. അവരുടെ ഒരു ജീവന് ഉൾപ്പെടെ ഈ ഒരു മരം ഇപ്പോൾ ഭീഷണിയായി മാറുകയാണ്. ഉടൻ തന്നെ ഇത് മുറിച്ചു മാറ്റണമെന്നൊരു ആവശ്യമാണ് വീട്ടുകാർ ഉൾപ്പെടെ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. കാരണം മഴയും അതുപോലെ തന്നെ കാറ്റും ഒക്കെ വരുന്ന സമയത്ത് വലിയ രീതിയിൽ തന്നെ ഇത് ഒരു അപകട ഭീതി ഈ ഒരു വീട്ടുകാർക്ക് വിതയ്ക്കുന്നുണ്ട് എന്നാണ് ഇവർ ഇപ്പോൾ പരാതിയായി പറയുന്നത്. പലതവണ നഗരസഭാ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ആരും തന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യമാണ്. എന്തായാലും ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് കോട്ടയം ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് ഈ ഒരു വീട്ടുകാർ. എന്തായാലും എന്താണ് സംഭവം എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. 2023 ഞാൻ കോട്ടയം നഗരസഭയ്ക്ക് പരാതി കൊടുത്തു. അവരാരും അന്വേഷിക്കാൻ പോലും വന്നില്ല. അതിനുശേഷം ഞാൻ വില്ലേജ് ഓഫീസർക്ക് പരാതി കൊടുത്തു. അവരും അന്വേഷിച്ചില്ല, തിരിഞ്ഞു നോക്കിയില്ല. ഈ ഏപ്രിൽ 10-ാം തീയതി ഞാൻ വീണ്ടും KS സ്മാർട്ട് വഴി കോട്ടയം നഗരസഭയ്ക്ക് പരാതി കൊടുത്തു. അവിടുന്ന് ഒരാൾ ഇവിടെ വരികയും അന്വേഷിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ പറഞ്ഞു, ഞങ്ങൾ നോട്ടീസ് അയക്കും. ഈ നോട്ടീസ് അയച്ച് 3 എണ്ണം അയക്കും. 3ാമത്തെ നോട്ടീസിന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. അപ്പം 3 നോട്ടീസ് ൻ്റെ കാലാവധി കഴിയാതെ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, കാലവർഷം തുടങ്ങുമല്ലേ, ഈ കാലവർഷത്തിൽ ഞങ്ങളുടെ ആർക്കെങ്കിലും ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നോട്ടീസിൻ്റെ തീരുമാനം അനുസരിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ DOCയെ ദുരന്ത നിവാരണത്തെ സമീപിച്ചു. അവർ മുഖേന നാട്ടകം വില്ലേജ് ഓഫീസറെ അയച്ചു. വില്ലേജ് ഓഫീസർ ഇവിടെ വന്ന് കാണുകയും അളന്ന് തീരുമാനിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു, ഇത് വെട്ടിയേ പറ്റുള്ളൂ, ഇത് വെട്ടാതിരിക്കാൻ പറ്റുകയില്ല, ജീവന് ഭീഷണിയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ RDOയ്ക്കും സബ് കളക്ടർക്കും DOCക്കും ഞാൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞു. സമർപ്പിച്ചെന്ന് വിചാരിക്കുന്നു. എങ്കിൽ തന്നെയും ഞാൻ ഇന്ന് വീണ്ടും RDOയ്ക്കും കോട്ടയം ജില്ലാ കളക്ടർക്കും പരാതി സമർപ്പിച്ചു. ജില്ലാ കളക്ടർ വെട്ടിമാറ്റാനുള്ള നിർദ്ദേശവുമായി നഗരസഭാ സെക്രട്ടറിക്ക് തന്നിട്ടുണ്ട്. ഇതെന്താണ് കാരണം നമ്മൾ ഇത്രയും നാളായിട്ട് ഈ പരാതി കൊടുത്തിട്ട് എന്താണ് ഈ ഒരു മരം വെട്ടി മാറ്റാത്തതിൻ്റെ ഒരു കാരണം എന്താണ് അവർ പറയുന്നത്? അവർ പറയുന്നത് മരം ചതിക്കത്തില്ല, പിന്നെ എൻ്റെ വസ്തുവിൽ നിൽക്കുന്നതിന് ആർക്കാണ് ഇത്ര വേദന എന്നുള്ള രീതിയിലായിരിക്കും വിചാരിക്കുന്നത്. പക്ഷേ എങ്കിൽ തന്നെയും പ്രായമായ അമ്മയും ഞങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ 6 പേരാണ് ഈ വീട്ടിൽ കഴിയുന്നത്. ഈ മരം കാറ്റ് വരുമ്പോഴത്തേന് ആടി ഉലയുവാണ്. ഇത് കാരണം ഞങ്ങൾ രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങിയിരിക്കുകയും പകൽ സമയത്ത് കാറ്റ് വരുമ്പോൾ അതുപോലെ തന്നെ പുറത്ത് തന്നെ നിൽക്കുകയാണ്. ഇതുപോലെ ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന ഈ മരം എത്രയും പെട്ടെന്ന് വെട്ടിമാറ്റണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഇന്നിപ്പം കളക്ടർക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ നിന്നാണ് ഒരു നടപടി പറഞ്ഞിരിക്കുന്നത്. കളക്ടർ പറഞ്ഞത്, ഞാൻ നഗരസഭാ സെക്രട്ടറിക്ക് ഞാൻ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ഇത് വെട്ടിമാറ്റേണ്ടതാണ്, എത്രയും പെട്ടെന്ന് തന്നെ വെട്ടിമാറ്റും. മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും വന്നെന്നെ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നഗരസഭയ്ക്ക് ഉൾപ്പെടെ ഈ ഒരു പരാതി കഴിഞ്ഞ മുമ്പ് വർഷങ്ങളിലെല്ലാം കൊടുത്തതായിരുന്നില്ലേ? 2023 കൊടുത്തതാണ്. പോരാത്തതിന് ഈ 2025 ഏപ്രിൽ മാസത്തിൽ ഈ മഴക്കെടുതിക്ക് മുന്നേ കൊടുത്തതാണ്. അന്നേരം വീണ്ടും ഇതിന് അന്വേഷണം വരാമെന്നപ്പോൾ ഞാൻ വീണ്ടും തിരക്കിക്കൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞത് 3 നോട്ടീസ് വരെ കാലാവധിയുണ്ട്, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞത്. ഇനി ഇവരെ ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ എന്നറിയത്തില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാഴ്ചപ്പാട്. മുറിച്ച് മാറ്റിയാലേ നമുക്ക് ഇവനെ ജീവന് സംരക്ഷിക്കാൻ പറ്റൂ.